ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എത്ര ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ്. അതിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനം സെലക്ട് ചെയ്താൽ മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ. ആൻഡ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഡിസൈനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ശേഷം ഒരു ഡിസൈനറെ ചൂസ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ ഏത് ഡിസൈനർ ആണ് എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റും. ആൻഡ് ശേഷം അതിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ആൻഡ് വിഷ്വൽ ഐഡന്റിറ്റി ഡിസൈനർ ആണ്. പേരിലുള്ളതുപോലെ തന്നെ ബ്രാൻഡും അതുപോലെ വിഷ്വൽ ഐഡന്റിറ്റി, ഒരു ബ്രാൻഡിന്റെ വിഷ്വൽ ഐഡന്റിറ്റിയുമാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് കിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ ആ ബ്രാൻഡിനെ കംപ്ലീറ്റ്ലി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് വരെ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗമാണെങ്കിൽ പോലും ബ്രാൻഡിന്റെ പ്രൊമോഷന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ട് മാറുന്ന ഒരു ഡിസൈനറാണ് ബ്രാൻഡ് ആൻഡ് വിഷ്വൽ ഐഡന്റിറ്റി ഡിസൈനർ എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ലോഗോ ആണ്, അതുപോലെ തന്നെ ഫ്ലയേഴ്സും ഒക്കെ വരാറുണ്ട്. ലോഗോ ആണ് മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോൺ എന്ന് പറയുന്നത് ആ ഫോണിന് ഒരു ലോഗോ ഉണ്ട്. ആ ലോഗോ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ബ്രാൻഡ് ആൻഡ് വിഷ്വൽ ഐഡന്റിറ്റി ഡിസൈനർ ആണെന്നുള്ളതാണ്. ആ ബ്രാൻഡിന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു വിഷ്വൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു ബ്രാൻഡ് ഡിസൈനർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് സൈഡും ചിലപ്പോൾ ഈ പറയുന്ന ബ്രാൻഡ് ഡിസൈനർ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി മാർക്കറ്റിംഗ് ഡിസൈനർ വേറെ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു ബ്രാൻഡ് ഡിസൈനർ ഇത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഡിസൈനർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ആ ഡിസൈനറുടെ ജോലി എന്നുള്ളത്. കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷണൽ സർവീസുകളാണ് ഈ പറയുന്ന ഡിസൈനർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈനർക്ക് ആ ഫേമിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ പറയുന്ന മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഡിസൈനറുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു ക്ലയന്റിനെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണല്ലോ. സോ അതിന് പറ്റിയിട്ടുള്ള വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാച്ച് ലൈൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഡിസൈനർ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അഡ്വർടൈസ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കൺസ്യൂമർ സൈക്കോളജിയെ പറ്റി, കൺസ്യൂമർ ബിഹേവിയർ സൈക്കോളജിയെ പറ്റി നല്ല രീതിയിലൊരു അവയർനെസ് കൂടി ഉണ്ടായിരിക്കണം. പാക്കേജിംഗ് ഡിസൈനർ, പാക്കേജിംഗ് ഡിസൈനർ എന്ന പേരിൽ തന്നെയുണ്ട് പാക്കേജസ് അല്ലെങ്കിൽ പാക്കറ്റ്സുമായി ബന്ധപ്പെട്ട ആളാണ് പാക്കേജിംഗ് ഡിസൈനർ. നമുക്ക് ഓടിയൊന്നും നമ്മുടെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ പലതരം കറി പൗഡേഴ്സ് ഉണ്ട്. ആ കറി പൗഡേഴ്സിനൊക്കെ ഓരോ തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും ഉണ്ടാവും. ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഒരു പാക്കേജിംഗ് ഡിസൈനർ ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഈ പറയുന്ന പാക്കേജിംഗ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈപ്പോഗ്രഫിയെ കുറിച്ചും ഒപ്പം കളർ തിയറിയെ കുറിച്ചും നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് വാങ്ങിക്കണം എന്ന് ഉള്ള രീതിയിലേക്കുള്ള ഡിസൈൻസ് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വളരെ മോശമായിട്ടൊരു കവറുള്ള സോപ്പും നല്ല ഭംഗിയുള്ള കവറുള്ള ഒരു സോപ്പും നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതായിരിക്കും എടുക്കുക? ഉറപ്പായിട്ടും നമ്മൾ എടുക്കുന്നത് നല്ല കവറുള്ള സോപ്പ് തന്നെയായിരിക്കും. അതാണ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്തുള്ള ക്വാളിറ്റി ആയിരിക്കില്ല നോക്കുന്നത്, ആ പുറത്തുള്ള കവറിന്റെ ഡിസൈൻ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഇവിടെയാണ് ഒരു പാക്കേജിംഗ് ഡിസൈനറിന്റെ കഴിവ് വരുന്നത് എന്നുള്ളത്. ആൻഡ് ഇത് അല്ലാതെ തന്നെ ബോക്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ പാക്കേജിംഗ് ഡിസൈനർ ചെയ്യും എന്നുള്ളതാണ്. ഇല്ലസ്ട്രേഷൻ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇല്ലസ്ട്രേഷൻ ഡിസൈനർ തീർച്ചയായിട്ടും ഇല്ലസ്ട്രേഷൻസുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇല്ലസ്ട്രേഷൻസിന് ഇത്രയൊക്കെ ഡിമാൻഡ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ 2022 എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാൻഡിന്റെയും പേഴ്സണൽ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇല്ലസ്ട്രേഷൻസ് ആവശ്യം വരുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻസ് അതുപോലെ തന്നെ ഡൂഡിലുകളൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഇല്ലസ്ട്രേഷൻ ഡിസൈനറിന് നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ട്. ഇല്ലസ്ട്രേഷൻ ഡിസൈനറിന് വേറെയും പല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മാർവൽ കോമിക്സ് ബുക്കിൽ, ഈ കോമിക്സ് ബുക്ക് വരയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലസ്ട്രേറ്ററാണ്. ഡിജിറ്റലി അത് പുറത്തിറക്കുന്നത്, പ്രിന്റ് ചെയ്യുന്നത് ഒരു ഇല്ലസ്ട്രേറ്ററിന്റെ കഴിവ് കൊണ്ടാണ്. സോ അങ്ങനെയുള്ള ഫീൽഡിലേക്കൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട്, അതുപോലെ വെബ്, ഓൺലൈൻ ആയിട്ട്, ഓഫ്ലൈൻ ആയിട്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇല്ലസ്ട്രേഷൻ ഡിസൈനർക്ക് നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഇല്ലസ്ട്രേഷൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ്. പല സ്റ്റോക്ക് വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസീവ് ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ് പോർട്രേറ്റ്, ഡിജിറ്റൽ പോർട്രേറ്റ് വരയ്ക്കുക, സ്ക്രിബിൾ ആർട്ട് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ ചെയ്യുന്നതും ഒരു ഡിജിറ്റൽ ഇല്ലസ്ട്രേറ്റർ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഇല്ലസ്ട്രേറ്ററിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്.
പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനറിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷനുമായിട്ടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ ആയിട്ട് വരുന്ന സമയത്തും പ്രിന്റ് ചെയ്യുമ്പോഴും ഉള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ഡിസൈനർ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇവിടെ നല്ല രീതിയിൽ ടൈപ്പോഗ്രഫിയെ കുറിച്ച് അതുപോലെ കളർ തിയറിയെ കുറിച്ചൊക്കെ ഒരു പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനർ അറിഞ്ഞിരിക്കണം. ഒരു സാധനം ഉണ്ടാക്കി അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനർ അറിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ബുക്സ്, മാഗസിൻസ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനറുടെ ജോലിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വോഗ് മാഗസിൻ, അതൊരു ഫാഷൻ മാഗസിൻ ആണ്. സോ അത് ചെയ്യുന്നത് ഒരു പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനറുടെ ഡ്യൂട്ടിയാണ്. സോ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ് പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈൻ. ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഉള്ള ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചും ഒരു പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ ഡിസൈനർ അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് വെബ് ആൻഡ് യു ഐ ഡിസൈനർ ആണ്. വെബ് ആൻഡ് യു ഐ ഡിസൈനർ എന്ന് പറയുന്ന സമയത്ത് വെബ്സൈറ്റ്സിനും ആപ്സിനും വേണ്ടിയിട്ടുള്ള ഡിസൈനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരാളുടെ ജോലി. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം. ഒപ്പം യു എക്സ് ഡിസൈനിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും അയാൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ബേസിക് കോഡിംഗ് സ്കിൽസ്. ബേസിക് കോഡിംഗ് സ്കിൽസ് നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നില്ല, പക്ഷെ നിങ്ങളൊരു ടീമിലേക്ക് കയറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോഡിംഗ് അറിയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ആ ടീമിൽ കയറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലെറ്ററിംഗ് ആൻഡ് ടൈപ്പ് ഡിസൈൻ. ലെറ്ററിംഗ് ആൻഡ് ടൈപ്പ് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഫോണ്ടുകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ഫേസുകൾ എന്ന് പറയും. ഫോൺ ഗ്രൂപ്പിനെ നമ്മൾ ടൈപ്പ് ഫേസുകൾ എന്ന് പറയും. അപ്പോൾ ഈ ടൈപ്പ് ഫേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഈ പറയുന്ന ലെറ്ററിംഗ് ആൻഡ് ടൈപ്പ് ഡിസൈനേഴ്സ് ആണ്. അവരുടെ ജോലി അതാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേർണിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന ഫോണ്ടുകളുടെ ഹൈറ്റ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അവെയർ ആയിരിക്കണം. എന്താണ് ഫോണ്ടുകളെ റീഡബിൾ ആക്കുന്നത്, അത് റീഡ് ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പറയുന്ന ടൈപ്പ് ആൻഡ് ലെറ്ററിംഗ് ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കണം. ഇവിടെ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ടൈപ്പ് ഡിസൈനേഴ്സും പിന്നെ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഡിസൈനേഴ്സും. ഹാൻഡ് റിട്ടേൺ എന്ന് പറയുന്ന സമയത്ത് അവർ കൈകൊണ്ട് എഴുതിയിട്ട് അതിനെ ഡിജിറ്റലി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ടൈപ്പ് ഡിസൈനേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഡയറക്റ്റ് അവർ ഡിജിറ്റലി തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഓവർലാപ്പിംഗ് ഒക്കെ ഹാപ്പൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ഇൻഫോഗ്രാഫിക്സ് ഡിസൈനർ ആണ്. ഇത് പറയുന്ന സമയത്ത് ഈ ഡിസൈനർ തീർച്ചയായിട്ടും ഡേറ്റയും ഇൻഫോഗ്രാഫിക്സും ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ അയാൾക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷന്റെ ഡാറ്റ കൊണ്ട് കൊടുക്കും, ആ ഡാറ്റയെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാഷ്ബോർഡിൽ ഇപ്പോൾ കാറിന്റെ സ്കോർ വരുന്ന, കാർ റേസിംഗിലെ സ്കോർ ബോർഡ്, അതുപോലെ ക്രിക്കറ്റ് സ്കോർ ബോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അങ്ങനെയും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഇൻഫോഗ്രാഫിക് ഡിസൈനർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഡേറ്റ സയൻസിന്റെ ബേസിക് കാര്യങ്ങൾ അയാൾക്ക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഈസിലി ഡേറ്റ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇയാൾ എഫേർട്ട് എടുക്കേണ്ടി വരും. സോ നല്ല രീതിയിൽ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ നല്ല രീതിയിൽ വിഷ്വൽ ഡിസൈൻസും ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡിസൈനർക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 8 ടൈപ്സ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനേഴ്സ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചൂസ് ചെയ്യാം, നിങ്ങൾ ഏത് ഡിസൈനറാണ് ഇതുവരെയും ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് ഡിസൈനറാണെന്ന് ചൂസ് ചെയ്യുക, ഒന്നിന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.